Hi dear friends, TLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. +2 സുവോളജി പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന ചാപ്റ്ററിലെ 7ാമത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ജനറ്റിക് ഡിസോർഡേഴ്സായ കളർ ബ്ലൈൻഡ്നെസ്, ഹീമോഫീലിയ എന്നിവയാണ്. എൻ്റെ വീഡിയോ ലെസൺസ് യൂട്യൂബ് ചാനലിലൂടെ ആദ്യമായി കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ബെൽ ഐക്കൺ കൂടെ അമർത്തുക. പുതിയ വീഡിയോസ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ലെസൺ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. We can start our discussion with the genetic disorders. Genetic disorders are due to the change in gene or chromosomes. ജീനുകൾക്കോ ക്രോമസോമുകൾക്കോ ഉണ്ടാകുന്ന മാറ്റം, ചേഞ്ച്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു മ്യൂട്ടേഷനെ കുറിച്ച്. ജനറ്റിക് ഡിസോർഡേഴ്സിന് കാരണമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫിനോമിനനാണ് മ്യൂട്ടേഷൻ. അപ്പോൾ അതുവഴി ജീനുകൾക്ക് ചേഞ്ചസ് ഉണ്ടാകാം, ക്രോമസോമുകൾക്ക് ചേഞ്ചസ് ഉണ്ടാകാം. അതിനെയാണ് നമ്മൾ ജനറ്റിക് ഡിസോർഡേഴ്സ് എന്ന് വിളിക്കുന്നത്. ജനറ്റിക് ഡിസോർഡേഴ്സ് ആർ ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ ജീൻ ഓർ ക്രോമസോംസ്. ഈ ജനറ്റിക് ഡിസോർഡേഴ്സിനെ വി ക്യാൻ ക്ലാസിഫൈ ബ്രോഡ്ലി ഇൻ ടു 2 കാറ്റഗറീസ്. 2 കാറ്റഗറീസ് ആയിട്ട് തിരിക്കും. ഫസ്റ്റ് കാറ്റഗറി ഈസ് മെൻറ്റേലിയൻ ഡിസോർഡേഴ്സ്. And second category is chromosomal disorders. ഇപ്പോൾ മെൻറ്റേലിയൻ ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ മെൻ്റലിൻ്റെ ഇൻഹെറിറ്റൻസ് പാറ്റേൺ ഓർ പ്രിൻസിപ്പിൾസ് ഒബേ ചെയ്യുന്ന ഡിസോർഡേഴ്സ്, അതിനെയാണ് മെൻറ്റേലിയൻ ഡിസോർഡേഴ്സ് എന്ന് വിളിക്കുന്നത്. ലോ ഓഫ് ഡോമിനൻസും അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ്, അതർ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസും ഒക്കെ ഫോളോ ചെയ്യുന്ന ഡിസോർഡേഴ്സ്, അതാണ് മെൻറ്റേലിയൻ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. മെൻറ്റേലിയൻ ഡിസോർഡേഴ്സിനെ ബ്രോഡ്ലി ഇറ്റ് ഈസ് ആൾസോ ക്ലാസിഫൈഡ് ഇൻ ടു 6 കാറ്റഗറീസ്. ഫസ്റ്റ് വൺ ഹീമോഫീലിയ. ഹീമോഫീലിയ ഫസ്റ്റ് ഡിസോർഡർ. സെക്കൻഡ് വൺ സിസ്റ്റിക് ഫൈബ്രോസിസ്. സിസ്റ്റിക് ഫൈബ്രോസിസ്. തേർഡ് വൺ sickle cell anemia. Sickle cell anemia. Fourth one color blindness. Color blindness. Fifth one phenylketonuria. Phenylketonuria. Sixth one thalassemia. അപ്പോൾ ഇങ്ങനെ മെൻറ്റേലിയൻ ഡിസോർഡേഴ്സിനെ 6 ക്ലാസിഫൈ ചെയ്യാം. ഇനി അടുത്ത കാറ്റഗറിയാണ് ക്രോമസോമൽ ഡിസോർഡേഴ്സ്. ക്രോമസോമിനുണ്ടാകുന്ന മാറ്റം, ഡിസോർഡർ, ക്രോമസോമുകളുടെ എണ്ണത്തിനുണ്ടാകുന്ന വ്യത്യാസം, അതാണ് ക്രോമസോമൽ ഡിസോർഡേഴ്സിൽ വരുന്നത്. മെൻറ്റേലിയൻ ഡിസോർഡേഴ്സിൽ ജീനുകൾക്കുണ്ടാകുന്ന ചേഞ്ചസ് ആണ്. ക്രോമസോമൽ ഡിസോർഡേഴ്സിൽ ക്രോമസോമിൻ്റെ എണ്ണത്തിനുണ്ടാകുന്ന ചേഞ്ചസ് ആണ് മെയിനായിട്ടും ഡിസോർഡർ ഉണ്ടാക്കുന്നത്. അതിനെയും 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 3 പ്രധാനപ്പെട്ട ഡിസോർഡേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഡൗൺസ് സിൻഡ്രോം. സെക്കൻഡ് വൺ ക്ലൈൻഫെൽറ്റേഴ്സ് സിൻഡ്രോം. തേർഡ് വൺ ടർണേഴ്സ് സിൻഡ്രോം. ആദ്യം നമ്മൾ ഈ പേരുകളാണ് നമ്മുടെ മനസ്സിൽ ഉറക്കേണ്ടത്. Genetic disorders can be broadly classified into 2 categories: Mendelian disorders and chromosomal disorders. Mendelian disorders are hemophilia, cystic fibrosis, sickle cell anemia, color blindness, phenylketonuria, thalassemia. Chromosomal disorders are Down syndrome, Klinefelter's syndrome, Turner's syndrome. ആദ്യത്തെ ഡിസോർഡറായ മെൻറ്റേലിയൻ ഡിസോർഡറായ കളർ ബ്ലൈൻഡ്നെസ്സിനെ കുറിച്ച് ആദ്യം ഡിസ്കസ് ചെയ്യാം. ഈ പടത്തിൽ കാണുന്ന നമ്പർ
നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ക്യാൻ യു റീഡ് ദിസ് നമ്പർ? ഇഫ് യു ക്യാൻ, യു ആർ നോട്ട് കളർ ബ്ലൈൻഡ്. വായിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കളർ ബ്ലൈൻഡ് അല്ല. പറ്റുന്നില്ലെങ്കിൽ യു ഹാവ് ദ ചാൻസ് ഫോർ കളർ ബ്ലൈൻഡ്നെസ്. ഈ പിക്ചർ ശ്രദ്ധിക്കൂ. നോർമലായിട്ട് വിഷനുള്ള ഒരാൾ ഈ 3 കളറിലുള്ള ആപ്പിൾ കാണുന്നതും കളർ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾ കാണുന്നതും തമ്മിലുള്ള ഒരു കമ്പാരിസണാണ് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഗ്രീൻ, റെഡ്, യെല്ലോ, ക്ലിയർ ആയിട്ട് യെല്ലോ ആയിട്ട് തന്നെ കളർ ബ്ലൈൻഡ് പേഴ്സൺ കാണുന്നുണ്ട്. ബട്ട് ദിസ് ഗ്രീനായിട്ട് കാണുന്നില്ല, റെഡ് റെഡായിട്ടും കാണുന്നില്ല. അവിടെയാണ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഡിഫക്റ്റ് അല്ലെങ്കിൽ ഡിസോർഡർ, ഇറ്റ് ഈസ് എ സെക്സ് ലിങ്ക്ഡ് ഡിസോർഡർ. സെക്സ് ലിങ്ക്ഡ് ഡിസോർഡർ ആണ് ഡ്യൂ ടു ദ മ്യൂട്ടേഷൻ ഓഫ് ജീൻസ് പ്രസൻറ്റ് ഇൻ എക്സ് ക്രോമസോം. അറിയാം, എക്സ് ക്രോമസോം എന്ന് പറയുന്നത് ഫീമെയിൽസിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സെക്സ് ഡിറ്റർമിനേഷനിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 2 എക്സ് ക്രോമസോം കാണും. മെയിൽസിലാണെങ്കിൽ 1 എക്സ് ക്രോമസോം കാണും. അപ്പോൾ സെക്സ് ക്രോമസോമുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഡിസീസ് ആയതുകൊണ്ടാണ് ഇതിനെ സെക്സ് ലിങ്ക്ഡ് ഡിസീസ് അല്ലെങ്കിൽ എക്സ് ലിങ്ക്ഡ് ഡിസീസ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. വൈ? ഇറ്റ് ഈസ് ലിങ്ക്ഡ് ടു സെക്സ് ക്രോമസോം. സെക്സ് ഡിറ്റർമിനേഷന് സഹായിക്കുന്ന XY ക്രോമസോമിലാണ് കളർ ബ്ലൈൻഡ്നെസ്സിന് കാരണമായിട്ടുള്ള ജീന് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നതുകൊണ്ട് ഈ ഡിസീസസിനെ സെക്സ് ലിങ്ക്ഡ് ഡിസീസ് അല്ലെങ്കിൽ എക്സ് ലിങ്ക്ഡ് ഡിസീസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ എക്സ് ലിങ്ക്ഡ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ദ ക്രോമസോം ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ എക്സ് ക്രോമസോം. Then colorblind persons fail to discriminate between red and green color. സൂചിപ്പിച്ചു, ഇത് ഗ്രീനും റെഡും തങ്ങളിൽ വേർതിരിച്ച് അറിയാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, കളർ വിഷന് സഹായിക്കുന്നത് നമ്മുടെ റെറ്റിനയിൽ കാണുന്ന കോൺ സെൽസ് ആണ്. റോഡ് സെൽസും കോൺ സെൽസും ഉണ്ട്. അതിലെ കോൺ സെൽസ് ആണ് കളർ വിഷന് സഹായിക്കുന്നത്. ഇപ്പോൾ കോൺ സെൽസിൽ കളർ വിഷന് സഹായിക്കുന്ന എൻസൈംസ്, പ്രോട്ടീൻസ് സിന്തസൈസ് ചെയ്യുന്ന ജീനിനാണ് ഡിഫക്റ്റ് ഉണ്ടാകുന്നത് ഈ ആൾക്കാരിൽ. മെയിൽസ് ഹാവ് ഓൺലി 1 എക്സ് ക്രോമസോം. മെയിൽസിൽ 1 എക്സ് ക്രോമസോമേ ഉള്ളൂ, നമുക്കറിയാം, XY ക്രോമസോം. ആൻഡ് ഫീമെയിൽസ് ഹാവ് 2. ഫീമെയിൽസിൽ 2 എക്സ് ക്രോമസോംസ് ഉണ്ട്. സോ ഇറ്റ് ഒക്കേഴ്സ് ഇൻ അബൌട്ട് 8% ഓഫ് മെയിൽസ് ആൻഡ് ഓൺലി അബൌട്ട് 0.4% ഓഫ് ഫീമെയിൽസ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് 1 എക്സ് ക്രോമസോം ആണ് മെയിൽസിനുള്ളത്. ഫീമെയിൽസിന് 2 എക്സ് ക്രോമസോംസ് ഉണ്ട്. 1 എക്സ് ക്രോമസോം ഡിഫക്റ്റീവ് അല്ലാതെ ഉണ്ടെങ്കിൽ നോർമലായിട്ട് ഈ കോൺസെൽസിൻ്റെ സിന്തസിസ് നടക്കും. അതുകൊണ്ട് ഫീമെയിൽസിന് കളർ ബ്ലൈൻഡ്നെസ് വരാനുള്ള സാധ്യത വെറും 0.4% മാത്രമേ ഉള്ളൂ. എന്നാൽ മെയിൽസിന് 8% ചാൻസ് മെയിൽസിനുണ്ട്. അതിൻ്റെ ഒരു ഇൻഹെറിറ്റൻസ് പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ കൊണ്ട് ഒന്ന് വിശദീകരിക്കാം. ഫാദർ ആൻഡ് മദർ ആർ നോട്ട് കളർ ബ്ലൈൻഡ്. അച്ഛനും അമ്മയും കളർ ബ്ലൈൻഡ് അല്ല. ബട്ട് മദർ ഈസ് കാരിയർ. വാട്ട് ഈസ് ദ പോസിബിലിറ്റി ഓഫ് ദെയർ ചിൽഡ്രൻ ടു ബി കളർ ബ്ലൈൻഡ്? ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവും. അച്ഛനും അമ്മയും കളർ ബ്ലൈൻഡ് അല്ല, പക്ഷേ അമ്മ ഇതിൽ കാരിയറാണ്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു, ഇതൊരു റിസസീവ് ഡിസീസാണ്. ഇപ്പോൾ റിസസീവ് ഡിസീസസിൻ്റെ ഇൻഹെറിറ്റൻസ് പാറ്റേൺ വരുമ്പോൾ അതിൽ 2 ക്രോമസോംസിലും ആ ജീൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ ആളിന് ആ ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞു നമ്മൾ, ഇത് എക്സ് ക്രോമസോമിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഫീമെയിൽസിന് ഇത് അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. നോർമലായിട്ടുള്ള ഒരു എക്സ് ക്രോമസോം ഉണ്ടെങ്കിൽ ആ ഫീമെയിൽ ഈ ജീനിൻ്റെ സിന്തസിസ് കറക്റ്റായിട്ട് നടക്കും. എന്നാൽ ഒരു ക്രോമസോം നോർമൽ അല്ലാതെയും 1 ക്രോമസോമിൽ ഈ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ആ മദറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാരിയർ. ഇപ്പോൾ ഗമീറ്റ് സിന്തസിസ് വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം.
ഫാദർ നോട്ട് കളർ ബ്ലൈൻഡ്, അച്ഛൻ കളർ ബ്ലൈൻഡ് അല്ല, അതുകൊണ്ട് എക്സും വൈയും ഗമീറ്റ്സ് ഉണ്ട്. മദർ നോട്ട് കളർ ബ്ലൈൻഡ് ബട്ട് കാരിയർ. സൂചിപ്പിച്ചു ഇത് എക്സ് ക്രോമസോമിലാണ് ഈ ഡിസോർഡറിന് കാരണമായിട്ടുള്ള ജീന് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന എക്സ് ക്രോമസോം, ദാറ്റ് മീൻസ് ദ ജീൻ ഫോർ കളർ ബ്ലൈൻഡ്നെസ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ എക്സ് ക്രോമസോം. ഈ എക്സ് ക്രോമസോം അഫക്റ്റഡ് ആയിട്ടുള്ള എക്സ് ക്രോമസോം ആണ്, ഓർ അതർവൈസ് ഡിസോർഡർ ഉള്ള എക്സ് ക്രോമസോം ആണ്. അതുകൊണ്ടാണ് ഞാനിവിടെ ഇത് റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത്. ഇത് നോർമലായിട്ടുള്ള എക്സ് ക്രോമസോം. ഇനി ഇതിൻ്റെ കമ്പൈൻ ചെയ്യുമ്പോൾ എങ്ങനെ വരുമെന്ന് നോക്കാം. അപ്പോൾ ഈ എക്സ് ക്രോമസോമുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഫാദറിൽ നിന്നുള്ള ഈ സ്പേമും മദറിൽ നിന്നുള്ള ഈ എഗ്ഗും തങ്ങളിലാണ് ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ രണ്ടും നോർമലായിട്ടുള്ള എക്സ് ക്രോമസോമാണ് കിട്ടുന്നത്. ഫീമെയിൽ ആയിരിക്കും, 2 എക്സ് ക്രോമസോം ഉള്ളതുകൊണ്ട് നോർമൽ ഗേൾ ആയിരിക്കും. ദാറ്റ് മീൻസ് കളർ ബ്ലൈൻഡ്നെസ് ഇല്ലാത്ത ഗേൾ ആയിരിക്കും. ഇനി ഈ എക്സ് ക്രോമസോമുമായിട്ട് കമ്പൈൻ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് ഡിഫക്റ്റീവ് ആയിട്ടുള്ള ജീനുള്ള എക്സ് ക്രോമസോമാണ്. അപ്പോൾ ആ ജീന് അടുത്ത ഡോട്ടറാണ്, ഗേളാണ്, ആ ഗേളിന് കിട്ടി. ആ ഗേളിന് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാകുമോ? ഇല്ല. കാരണം എന്താ? കാരണം ഒരു എക്സ് ക്രോമസോമേ ഡിഫക്റ്റീവ് ആയിട്ടുള്ളൂ, മറ്റേ എക്സ് ക്രോമസോം നോർമലാണ്. അതുകൊണ്ട് ഈ കോൺസെൽസിൻ്റെ സിന്തസിസ് നോർമലായിട്ട് നടക്കും. അപ്പോൾ ഇത് ഒരു എക്സ് ക്രോമസോം ഡിഫക്റ്റീവ് ആയതുകൊണ്ട് ഇയാളിനെ നമ്മൾ കാരിയർ എന്നാണ് വിളിക്കുന്നത്. കാരണം ഇവർക്ക് ഡിസീസ് ക്യാരി ചെയ്ത് അടുത്ത ജനറേഷന് കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇതിനെ കാരിയർ എന്ന് വിളിക്കുന്നു. കാരിയർ ഗേളാണ്. ഇനി അടുത്തത് നോക്കൂ. ഈ വൈ ക്രോമസോം ഈ എക്സ് ക്രോമസോമുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. എങ്ങനെയാണ്? രണ്ടും നോർമലായിട്ടുള്ള ക്രോമസോമാണ്. എക്സ് വൈ ആണ്, മെയിലാണ്, നോർമൽ ബോയ് ആണ്. ഇനി ഈ വൈ ക്രോമസോം ഈ എക്സ് ക്രോമസോമുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. എന്തായിരിക്കും? ഇവിടെ എക്സ് വൈ ആകുമ്പോൾ എന്താണ്? ബോയ് ആണ്, മെയിലാണ്. ബട്ട് ഇവിടെ ഒരു ഡിഫക്റ്റീവ് ആയിട്ടുള്ള എക്സ് ക്രോമസോമാണ് കിട്ടിയിരിക്കുന്നത്. കളർ ബ്ലൈൻഡ്നെസ്സിൻ്റെ ജീനുള്ള എക്സ് ക്രോമസോമാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പം മെയിൽസിനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ് ക്രോമസോം ഉണ്ടെങ്കിൽ തന്നെ അത് ആ ജീൻ അതിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് there is possibility for color blindness. അപ്പോൾ ഇതിൻ്റെ ഇൻഹെറിറ്റൻസ് പാറ്റേണിൽ ഓർക്കുക, മെയിൽസിന് ഒരു എക്സ് ക്രോമസോമേ ഉള്ളൂ. അപ്പോൾ ഡിഫക്റ്റീവ് ജീനുള്ള എക്സ് ക്രോമസോം മെയിലിന് കിട്ടുകയാണെങ്കിൽ അയാൾ ഉറപ്പായിട്ടും കളർ ബ്ലൈൻഡ് ആയിരിക്കും. എന്നാൽ ഫീമെയിലാണ് ഡിഫക്റ്റീവ് ക്രോമസോമുള്ള എക്സ് ക്രോമസോം ഒരെണ്ണം കിട്ടുന്നതെങ്കിൽ, ഒരെണ്ണം നോർമലായിട്ടുള്ള ക്രോമസോം ആണെങ്കിൽ ആ ഫീമെയിലിനെ സംബന്ധിച്ചിടത്തോളം കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാകില്ല. ബട്ട് she will be a carrier. The gene for color blindness is located in the X chromosome of mother. The mother is not herself color blind because the gene is recessive. Mother color blind ആകില്ല, കാരണം റിസസീവ് ജീനാണ്. റിസസീവ് ജീനാണെങ്കിൽ രണ്ട് ജീനും ഹോമോസൈഗസ് കണ്ടീഷനിൽ വന്നാലേ അടുത്ത ജനറേഷന് കിട്ടുകയുള്ളൂ. The son of a woman who carries the gene has a 50% chance of being color blind. ഒരു കാരിയർ ആയിട്ടുള്ള വുമണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുട്ടികൾക്ക് കളർ ബ്ലൈൻഡ്നെസ് ജീൻ കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് 50% ആണ്. The son of a woman who carries the gene has a 50% chance of being color blind.
50% ചാൻസ് ഫോർ നോർമൽ ഡോട്ടേഴ്സ് ആൻഡ് കാരിയർ ഡോട്ടേഴ്സ്. നോർമലായിട്ടുള്ള ഡോക്ടേഴ്സും കാരിയർ ഡോട്ടേഴ്സും ഉണ്ടാകാനുള്ള സാധ്യതയും 50% ആണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഒരു ഫീമെയിൽ കളർ ബ്ലൈൻഡ് ആകാനുള്ള സാധ്യത എന്ന് നോക്കാം. വാട്ട് ഈസ് ദ പോസിബിലിറ്റി ഓഫ് എ ഫീമെയിൽ ടു ബി കളർ ബ്ലൈൻഡ്? നോക്കൂ, ഫാദർ കളർ ബ്ലൈൻഡ് ആണ്. ഇവിടെ റെഡ് കളറിൽ കാണിച്ചിട്ടുണ്ട്. ഫാദർ കളർ ബ്ലൈൻഡ് ആണ്. മദർ നോട്ട് കളർ ബ്ലൈൻഡ് ബട്ട് കാരിയർ. മദർ കളർ ബ്ലൈൻഡ് അല്ല, പക്ഷേ കാരിയർ ആണ്. അപ്പോൾ ഫാദർ കളർ ബ്ലൈൻഡ് ആണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഒരു എക്സ് ക്രോമസോമേ ഉള്ളൂ. ആ എക്സ് ക്രോമസോം ഡിഫക്റ്റീവ് ആണ്. മദർ നോട്ട് കളർ ബ്ലൈൻഡ് ബട്ട് കാരിയർ എന്ന് പറയുമ്പോൾ എന്താ മീനിങ്? ഒരു എക്സ് ക്രോമസോമിൽ ഡിഫക്റ്റീവ് ജീനുള്ള എക്സ് ക്രോമസോം ഒരെണ്ണം ഉണ്ട്, ഒരെണ്ണം നോർമലായിട്ടുള്ള എക്സ് ക്രോമസോം ഉണ്ട്. അപ്പോൾ നോർമലായിട്ടുള്ള എക്സ് ക്രോമസോം ഉള്ളത് കൊണ്ട് അവർക്ക് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാകില്ല, പക്ഷേ അവർ കാരിയറാണ്. ആ ഡിസീസ് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ക്യാരി ചെയ്യുന്ന ആളാണ്, കൊടുക്കാൻ പറ്റുന്ന ആളാണ്. ഇനി കോമ്പിനേഷൻസ് നോക്കാം. ഇങ്ങനെയാണ് കോമ്പിനേഷൻ വരുന്നതെങ്കിൽ ഇതൊരു ഡിഫക്റ്റീവ് ജീനുള്ള എക്സ് ക്രോമസോം, നോർമലായിട്ടുള്ള എക്സ് ക്രോമസോം. എന്തായിരിക്കും? എക്സ് ഇവിടെ ഒരു എക്സ് ക്രോമസോം ഡിഫക്റ്റീവ്, ഒരെണ്ണം നോർമൽ. സോ എന്തായിരിക്കും? കാരിയർ ഡോട്ടർ ആയിരിക്കും. കാരിയർ ഡോട്ടർ ആയിരിക്കും. ഇനി അടുത്ത കോമ്പിനേഷൻ, ഈ എക്സ് ക്രോമസോമും ഈ എക്സ് ക്രോമസോമും. ഇവിടെ നിന്ന് ഫാദറിൽ നിന്നുള്ള ഡിഫക്റ്റീവ് ജീനുള്ള എക്സ് ക്രോമസോമും മദറിൽ നിന്നും ഡിഫക്റ്റീവ് ജീനുള്ള എക്സ് ക്രോമസോമും. നോക്കൂ, രണ്ടും ഡിഫക്റ്റീവ് ജീനുള്ള എക്സ് ക്രോമസോം ഫീമെയിലിന് കിട്ടുന്നു. ഇങ്ങനെ കിട്ടുന്ന സാധ്യതയിൽ മാത്രമേ ഒരു ഫീമെയിൽ കളർ ബ്ലൈൻഡ് ആകുകയുള്ളൂ. അപ്പോൾ ഫാദർ കളർ ബ്ലൈൻഡ് ആയിരിക്കണം, മദർ കാരിയർ ആയിരിക്കണം. അപ്പം അങ്ങനെ ഒരു കോമ്പിനേഷൻ വന്നാൽ മാത്രമേ അടുത്ത ജനറേഷനിൽ പെൺകുട്ടിക്ക് കളർ ബ്ലൈൻഡ്നെസ് വരികയുള്ളൂ. അതുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ചത് 0.4% ചാൻസ് മാത്രമേ ഒരു ഫീമെയിൽ കളർ ബ്ലൈൻഡ് ആകാൻ വരുന്നുള്ളൂ. അടുത്ത കോമ്പിനേഷൻ നോക്കൂ, നോർമലാണ്. നോർമലായിട്ടുള്ള എക്സ് ക്രോമസോം വൈ ക്രോമസോമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു. XY നോർമൽ സൺ. നോക്കൂ, അടുത്ത കോമ്പിനേഷൻ, നോർമലായിട്ടുള്ള വൈ ക്രോമസോം, ഡിഫക്റ്റീവ് ആയിട്ടുള്ള എക്സ് ക്രോമസോം. എന്തായിരിക്കും? XY. XY ആരാണ്? കളർ ബ്ലൈൻഡ് സണ്ണാണ്. ഡിഫക്റ്റീവ് ആയിട്ടുള്ള എക്സ് ക്രോമസോം കിട്ടുന്നത് കൊണ്ട് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാകും. അപ്പോൾ കളർ ബ്ലൈൻഡ്നെസ്സിൻ്റെ ഇൻഹെറിറ്റൻസ് പാറ്റേണിനെ കുറിച്ച് നിങ്ങൾ ഓർക്കുമ്പോൾ, ഒരു ഫീമെയിൽ കളർ ബ്ലൈൻഡ് ആകണമെങ്കിൽ ഫാദർ കളർ ബ്ലൈൻഡ് ആകണം, മദർ കാരിയർ ആകണം. എന്നാൽ മാത്രമേ ഒരു ഫീമെയിൽ കളർ ബ്ലൈൻഡ് ആവുകയുള്ളൂ. വാട്ട് ഈസ് ദ പോസിബിലിറ്റി ഓഫ് എ ഫീമെയിൽ ടു ബി കളർ ബ്ലൈൻഡ്? ഒന്നുകൂടെ നോക്കാം. ഇഫ് എ കളർ ബ്ലൈൻഡ് മാൻ മാരീസ് എ കാരിയർ വുമൺ, 50% ചാൻസ് ഫോർ കളർ ബ്ലൈൻഡ് ഡോട്ടർ ആൻഡ് കാരിയർ ഡോട്ടർ. കളർ ബ്ലൈൻഡ് ഡോട്ടറും കാരിയർ ഡോട്ടറും ഉണ്ടാകാനുള്ള സാധ്യത 50% ആണ്. കാരിയർ ഡോട്ടറും കളർ ബ്ലൈൻഡ് ഡോട്ടറും. A daughter will not normally be colorblind unless her mother is a carrier and her father is colorblind. ഫാദർ കളർ ബ്ലൈൻഡും മദർ കാരിയറും ആണെങ്കിൽ മാത്രമേ ഒരു ഡോട്ടർ കളർ ബ്ലൈൻഡ് ആകുകയുള്ളൂ. 50% ചാൻസ് ഫോർ കളർ ബ്ലൈൻഡ് സൺ ആൻഡ് നോർമൽ സൺ. അപ്പം അങ്ങനെയുള്ള മാരേജ് വരുമ്പോൾ 50% ചാൻസ് ഫോർ കളർ ബ്ലൈൻഡ് സൺ ആൻഡ് നോർമൽ സൺ. Now we can discuss the next genetic disorder, hemophilia. ഈ ഡിസോർഡറിനെ കുറിച്ചും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. The affected person may die due to minor injuries because of excessive bleeding. നമുക്ക് നോർമലായിട്ടൊരു ഇഞ്ചുറി പറ്റിയാൽ, ഒരു മുറിവ് പറ്റിയാൽ കുറച്ച് സമയത്തേക്ക് ബ്ലീഡിങ് ഉണ്ടാകും. അല്പം കഴിയുമ്പോൾ ആ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യും.
എങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യാനുള്ള റീസൺ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചു. ബ്ലഡ് ക്ലോട്ടിങ്ങിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ ബ്ലഡ് ക്ലോട്ടിങ് സംഭവിച്ച് ആ വൂണ്ട് താൽക്കാലികമായിട്ട് അവിടെ ക്ലോസ് ആകും. അങ്ങനെ ബ്ലീഡിങ് സ്റ്റോപ്പാകും. എന്നാൽ ഈ ജനറ്റിക് ഡിസോർഡറുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ബ്ലഡ് ക്ലോട്ടിങ് എന്ന് പറയുന്ന ഫിനോമിനൻ നടക്കുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പം അങ്ങനെ സംഭവിക്കുമ്പോൾ ചെറിയ മുറിവുണ്ടായാൽ പോലും ആ മുറിവിൽ കൂടെ ബ്ലഡ് ലീക്ക് ചെയ്ത് ബ്ലീഡ് ചെയ്ത് ആൾ മരിച്ചു പോവുക എന്നുള്ളതാണ് ഈ ഡിസോർഡറിൻ്റെ ഏറ്റവും വലിയ എഫക്റ്റ് എന്ന് പറയുന്നത്, ഹീമോഫീലിയയുടെ. നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ കളർ ബ്ലൈൻഡ്നെസ്സിനെ പോലെ ഇതും ഒരു സെക്സ് ലിങ്ക്ഡ് അല്ലെങ്കിൽ എക്സ് ലിങ്ക്ഡ് ഡിസീസാണ്. എന്ന് പറയുമ്പോൾ എന്താ മീൻ ചെയ്യുന്നത്? ഇത് സെക്സ് ക്രോമസോമിനെ, അതായത് എക്സ് ക്രോമസോമിലാണ് ഈ ഡിസീസിന് കാരണമായിട്ടുള്ള ഡിഫക്റ്റീവ് ആയിട്ടുള്ള ജീന് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് റിസസീവ് ഡിസീസാണ്. കളർ ബ്ലൈൻഡ്നെസ് പോലെ തന്നെ ഈ ഡിസോർഡർ എന്ന് പറയുന്നത് റിസസീവാണ്. അപ്പോൾ റിസസീവ് ആണെന്ന് പറയുമ്പോൾ മീൻ ചെയ്യുന്നത് എന്താണ്? ആ ഡിസോർഡറിന് കാരണമായിട്ടുള്ള ജീന് അല്ലെങ്കിൽ അലില് ഹോമോസൈഗസ് റിസസീവ് കണ്ടീഷനിൽ വരുമ്പോൾ മാത്രമേ, നമ്മൾ നേരത്തെ പഠിച്ചതനുസരിച്ച് സ്മാൾ ടി എന്ന് നമ്മൾ പറയുന്നത് പോലെ ആ ഒരു കണ്ടീഷനിൽ വരുമ്പോൾ മാത്രമേ ഇത് ഈ ഡിസോർഡർ അഫക്റ്റ് ചെയ്യുകയുള്ളൂ. അത് ആരെ സംബന്ധിച്ച്? ഫീമെയിൽസിനെ സംബന്ധിച്ച് റിസസീവ് ഡിസോർഡറാണ്. ഇത് എക്സ് ക്രോമസോമിൽ വരുമ്പോൾ മെയിലിന് ഒരു എക്സ് ക്രോമസോമേ ഉള്ളൂ. അതുകൊണ്ടിത് ഒരെണ്ണത്തിൽ വന്നാൽ മതി, മെയിൽസ് അഫക്റ്റഡ് ആകും. നമുക്കറിയാം ക്രോമസോമുകളിൽ 23 ജോഡി ക്രോമസോമുണ്ട്. അപ്പോൾ അതിൽ എക്സ് ക്രോമസോമിലാണ് ഈ ഡിസോർഡറിന് കാരണമായിട്ടുള്ള ജീന് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. The gene responsible for hemophilia are located on X chromosomes. The Y chromosome carries no genes for this trait. കളർ ബ്ലൈൻഡ്നെസ് പറഞ്ഞതുപോലെ തന്നെ Y ക്രോമസോമിൽ ഈ ഡിസോർഡറിന് കാരണമായിട്ടുള്ള ജീനില്ല. അപ്പോൾ ഇത് എക്സ് ക്രോമസോമാണ് ഈ കാണുന്നത്. ഈ ക്രോമസോമിലാണ് ഈ ഡിസോർഡറിന് കാരണമായിട്ടുള്ള ഡിഫക്റ്റീവ് ജീനുള്ളത്. Y ക്രോമസോമിൽ ഇതിന് കാരണമായിട്ടുള്ള ഡിഫക്റ്റീവ് ജീന് ഇല്ല. ഇതെന്താ ഈ കാണുന്നത്? ബ്ലഡ് കൊയാഗുലേഷൻ്റെ ഒരു പാത്വേ ആണ്. കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഫൈബ്രിനോജൻ എന്ന് പറയുന്ന ഒരു പ്ലാസ്മ പ്രോട്ടീൻ ഉണ്ട്. അത് ഫൈബ്രിൻ എന്ന് പറയുന്ന ഒരു ക്ലോട്ടായിട്ട് മാറുമ്പോഴാണ് ബ്ലഡ് ക്ലോട്ടിങ് നടക്കുന്നത്. അതിന് ഫൈബ്രിനോജൻ എന്ന് പറയുന്നത് ഇനാക്റ്റീവായിട്ടുള്ള പ്രോട്ടീനാണ്. അത് ആക്റ്റീവായിട്ടുള്ള ഫൈബ്രിനായിട്ട് മാറ്റുന്നത് ത്രോംബിൻ എന്ന് പറയുന്ന ഒരു എൻസൈമാണ്. ആ എൻസൈം ബ്ലഡിൽ കാണുന്നത് അതിൻ്റെ ഇനാക്റ്റീവ് ഫോമായ പ്രോത്രോംബിൻ എന്നുള്ള ഫോമിലാണ്. ഈ പ്രോത്രോംബിൻ ത്രോംബിനായിട്ട് മാറാൻ ഒരു സീരീസ് ഓഫ് എൻസൈംസിൻ്റെ അല്ലെങ്കിൽ ഫാക്ടേഴ്സിൻ്റെ ആവശ്യമുണ്ട്. 12-13 ഫാക്ടേഴ്സോളം പ്രവർത്തിച്ചാണ് ഈ ഒരു ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറയുന്ന ഫിനോമിനൻ നടക്കുന്നത്. അപ്പോൾ ആ ഫിനോമിനനിൽ ഫാക്ടർ 8, 8ാമത്തെ ഫാക്ടർ, ഈ 8ാമത്തെ ഫാക്ടർ എന്ന് പറയുന്ന ഫാക്ടർ സിന്തസൈസ് ചെയ്യുന്ന ജീന് ചില ആൾക്കാരിൽ ഡിഫക്റ്റീവായിരിക്കും. ആ ജീന് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എക്സ് ക്രോമസോമിലാണ്. എക്സ് ക്രോമസോമിലാണ് ഈ ഫാക്ടർ 8 എന്ന് പറയുന്ന ഫാക്ടർ ഇരിക്കുന്ന ജീൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ജീനിന് മ്യൂട്ടേഷൻ സംഭവിച്ച് ഡിഫക്റ്റീവ് ജീനായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ആ ആൾക്കാരിൽ ബ്ലഡ് ക്ലോട്ടിംഗ് നടക്കാതെ മൈനർ ഇഞ്ചുറീസ് വന്നാൽ പോലും ബ്ലീഡിങ് സംഭവിക്കും. അപ്പോൾ അതിന് കാരണമാകുന്ന ഫാക്ടർ ആയതുകൊണ്ടാണ് ഇതിനെ ആൻറ്റി ഹീമോഫിലിക് ഫാക്ടർ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഹീമോഫീലിയ പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം ആ ആളിന് എന്ത് ഫാക്ടർ ആബ്സെൻ്റ് ആയിരിക്കും?
ആൻറ്റി ഹീമോഫിലിക് ഫാക്ടർ ആബ്സെൻ്റ് ആയിരിക്കും. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഹീമോഫീലിയ എന്ന് പറയുന്നത് ഇഞ്ചുറീസ്, മൈനർ ഇഞ്ചുറീസ് വന്നാൽ പോലും ബ്ലീഡിങ് സംഭവിച്ച് ആൾ മരിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു ഡിസോർഡറാണ്, ജനറ്റിക് ഡിസോർഡറാണ്. അപ്പോൾ ജനറ്റിക് ഡിസോർഡേഴ്സിനെ സംബന്ധിച്ചൊക്കെ ഓർക്കുക, അതിനൊന്നും സുഖപ്പെടുത്തുവാനുള്ള മരുന്നുകളില്ല. അത് ജനറ്റിക് ഡിസോർഡറാണ്, ജീനുകൾക്ക് സംഭവിക്കുന്ന ഡിസോർഡറാണ്. അപ്പോൾ അതിന് മരുന്നുകളില്ല. അതുകൊണ്ട് അത് വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എന്നുള്ള ലെവലിൽ, അല്ലെങ്കിൽ അങ്ങനെ അഫക്റ്റീവായിട്ടുള്ള ആൾക്കാർക്ക് ഇത്തരം ഹീമോഫിലിക് ഫാക്ടറുകളൊക്കെ ഇഞ്ചക്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് അതിനുള്ള പ്രതിവിധി എന്ന് പറയുന്നത്. അപ്പോൾ ഹീമോഫീലിയ പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം ബ്ലഡ് ക്ലോട്ടിങ്ങിന് കാരണമായിട്ടുള്ള ഫാക്ടർ 8, ആ ഫാക്ടറിനെ വിളിക്കുന്ന പേരാണ് ആൻറ്റി ഹീമോഫിലിക് ഫാക്ടർ. അത് സിന്തസൈസ് ചെയ്യാനുള്ള ജീന് ഡിഫക്റ്റീവ് ആയിരിക്കും. ആ ജീൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എക്സ് ക്രോമസോമിലാണ്. വൈ ക്രോമസോമിൽ ആ ജീൻ ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻഹെറിറ്റൻസ് പാറ്റേൺ നോക്കാം. The heterozygous female or carriers for hemophilia may transmit the disease to sons. കളർ ബ്ലൈൻഡ്നെസ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഇൻഹെറിറ്റൻസ് പാറ്റേൺ ഉണ്ടല്ലോ, അതേ സെയിം പാറ്റേൺ തന്നെയാണ് ഹീമോഫീലിയയുടെ കാര്യത്തിലും. കാരണം ഇത് രണ്ടും എക്സ് ലിങ്ക്ഡ് ഡിസീസാണ്. എക്സ് ക്രോമസോമിന് ആണ് ഈ ഡിഫക്റ്റീവ് ജീൻ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഇൻഹെറിറ്റൻസ് പാറ്റേൺ ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഓഫ് കളർ ബ്ലൈൻഡ്നെസ്. ഫാദർ നോർമലാണ്, ഹീമോഫീലിയ ഇല്ല. മദർ കാരിയറാണ്. കാരിയറാണെന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞു. ആളിന് ഡിസീസ് ഉണ്ടാവില്ല, പക്ഷേ ഡിഫക്റ്റീവ് ജീന് ഒരു ക്രോമസോമിലുണ്ടാകും. അതുകൊണ്ട് അയാളിന് അടുത്ത ജനറേഷന് ഡിസീസ് പാസ് ചെയ്യാൻ പറ്റും. ഇവരിൽ നിന്ന് ഗമീറ്റ്സ് ഉണ്ടാകുന്നു. ഫാദർ എക്സ് വൈ ഗമീറ്റ് ഉണ്ടാകുന്നു, മദറിൽ എക്സ് എക്സ് ഗമീറ്റ് ഉണ്ടാകുന്നു. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ഡിഫക്റ്റീവ് ജീനുള്ള എക്സ് ക്രോമസോമിനെ ഞാനിവിടെ റെഡ് കളറിൽ കാണിച്ചിട്ടുണ്ട്. ഇനി കോമ്പിനേഷൻ നടക്കുമ്പോൾ ഈ എക്സും കൂടെ കമ്പൈൻ ചെയ്യുന്നു. എക്സ് എക്സ് ഫീമെയിൽ, നോർമൽ ഡാറ്റ, നോർമലായിട്ടുള്ള ആളാണ്. ഡിഫക്റ്റീവായിട്ടുള്ള എക്സ് ക്രോമസോം കിട്ടിയിട്ടില്ല. ഈ എക്സുമാണ് കമ്പൈൻ ചെയ്യുന്നതെങ്കിൽ ഒരു ഡിഫക്റ്റീവ് എക്സ് ക്രോമസോം ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും? ഒരു എക്സ് ക്രോമസോമിലെ ഡിഫക്റ്റീവ് ജീൻ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് കാരിയർ ആയിരിക്കും, കാരിയർ ഡോട്ടർ ആയിരിക്കും. ഈ വൈ ക്രോമസോമും ഈ എക്സ് ക്രോമസോമും ഡിഫക്റ്റീവായിട്ടുള്ള എക്സ് ക്രോമസോം കിട്ടുന്നില്ല, അതുകൊണ്ട് നോർമലായിട്ടുള്ള സണ്ണായിരിക്കും. ഈ വൈ ക്രോമസോമും ഈ എക്സ് ക്രോമസോമും കിട്ടുകയാണെങ്കിലോ ഡിഫക്റ്റീവായിട്ടുള്ള എക്സ് ക്രോമസോം കിട്ടുന്നത് കൊണ്ട് ആൾ ഹീമോഫിലിക് ആയിരിക്കും, ഹീമോഫിലിക് സണ്ണായിരിക്കും. അപ്പോൾ ഇതിൽ ഹെട്രോസൈഗസ് ഫീമെയിൽ ആണെങ്കിൽ ദർ ഇസ് എ ചാൻസ് ഫോർ കാരിയർ ആയിരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു കാരിയർ ആയിട്ടുള്ള ഒരു ഫീമെയിലും നോർമലായിട്ടുള്ള ഒരു മാനും മാരി ചെയ്യുമ്പോൾ അവരുടെ ആൺകുട്ടിക്ക് ഹീമോഫീലിയ വരാനുള്ള സാധ്യതയുണ്ട്. ദ ഹെട്രോസൈഗസ് ഫീമെയിൽ ഫോർ ഹീമോഫീലിയ മേ ട്രാൻസ്മിറ്റ് ദ ഡിസീസ് ടു സൺസ്. അവരുടെ പെൺമക്കൾക്കൊന്നും ഹീമോഫീലിയ വരില്ല. ആ പെൺമക്കൾ ഒന്നുകിൽ നോർമലായിരിക്കും അല്ലെങ്കിൽ കാരിയർ ആയിരിക്കും. ആൺകുട്ടികൾക്ക് ഹീമോഫീലിയ വരാനുള്ള സാധ്യത 50-50 ആണ്. നോർമലും ആകാം, ഹീമോഫീലിക് ആകാം. ദെൻ വാട്ട് ഈസ് ദ പോസിബിലിറ്റി ഓഫ് എ ഫീമെയിൽ ടു ബി ഹീമോഫിലിക്? നേരത്തെ കളർ ബ്ലൈൻഡ്നെസ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സെയിം പാറ്റേൺ തന്നെയാണ് ഇവിടെയും. ഫാദർ ഹീമോഫിലിക്കാണ്. എക്സ് വൈ ക്രോമസോം, എക്സ് ക്രോമസോം ഡിഫക്റ്റീവ് ആണ്, അതുകൊണ്ട് റെഡ് കളറിൽ കാണിച്ചിട്ടുണ്ട്. മദർ കാരിയർ ആണ്, അതുകൊണ്ട് ഒരു എക്സ് ക്രോമസോം ഡിഫക്റ്റീവ് ആയിരിക്കും. ഇനി കോമ്പിനേഷൻസ് വരുമ്പോഴോ ഗമീറ്റ്സ് കാണിച്ചിട്ടുണ്ട്. ഡിഫക്റ്റീവ് ആയിട്ടുള്ള എക്സ് ക്രോമസോം നോർമലായിട്ടുള്ള എക്സ് ക്രോമസോമുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. അവിടെ എന്തായിരിക്കും? ഫീമെയിലാണ്, അതുകൊണ്ട് ഒരു എക്സ് ക്രോമസോമേ ഡിഫക്റ്റീവ് ഉള്ളൂ, അതുകൊണ്ട് കാരിയർ ആയിരിക്കും, കാരിയർ ഡോട്ടർ ആയിരിക്കും. ഇനി ഡിഫക്റ്റീവ് എക്സ് ക്രോമസോമുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. എന്താ സാധ്യത?
ഹീമോഫിലിക് ആയിട്ടുള്ള ഡാറ്റർ ആയിരിക്കും. 2 X ക്രോമസോമും ഡിഫക്റ്റീവ് ആയിട്ടുള്ള X ക്രോമസോമാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഹീമോഫിലിക് ഡാറ്റർ ഉണ്ടാകും. ഇനി Y ക്രോമസോം നോർമലായിട്ടുള്ള X ക്രോമസോമുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു, നോർമലായിട്ടുള്ള സൺ ആയിരിക്കും. Y ക്രോമസോം ഡിഫക്റ്റീവ് ആയിട്ടുള്ള X ക്രോമസോമുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. അവിടെ എന്താ വരിക? ഒരു X ക്രോമസോമേ ഉള്ളൂ, അത് ഡിഫക്റ്റീവാണ്, അതുകൊണ്ട് ഹീമോഫിലിക് ആയിരിക്കും. അപ്പോൾ എന്താ പോസിബിലിറ്റി? വാട്ട് ഈസ് ദ പോസിബിലിറ്റി ഓഫ് എ ഫീമെയിൽ ടു ബി ഹീമോഫിലിക്? ഒരു ഫീമെയിൽ ഹീമോഫിലിക് ആകണമെങ്കിൽ ഫാദർ ഹീമോഫിലിക് ആകണം, മദർ കാരിയർ ആകണം. എന്നാൽ മാത്രമേ ഒരു ഫീമെയിലിന് 2 ഡിഫക്റ്റീവ് X ക്രോമസോം കിട്ടുകയുള്ളൂ. The possibility of a female becoming a hemophilic is extremely rare. അപ്പോൾ ഇങ്ങനെ ഒരു ഹീമോഫിലിക് ഡോട്ടർ ഉണ്ടാകാനുള്ള സാധ്യത എക്സ്ട്രീംലി റയറാണ്. ബിക്കോസ് മദർ ഓഫ് സച്ച് എ ഫീമെയിൽ ഹാസ് ടു ബി അറ്റ് ലീസ്റ്റ് കാരിയർ ആൻഡ് ദ ഫാദർ ഷുഡ് ബി ഹീമോഫിലിക്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ ഫാദർ ഹീമോഫിലിക് ആയിരിക്കണം, മദർ കാരിയർ ആയിരിക്കണം. അപ്പോൾ ഒരു ഹീമോഫിലിക് ആയിട്ടുള്ള മെയിലും ഒരു കാരിയർ ആയിട്ടുള്ള ഫീമെയിലും തമ്മിലുള്ള മാരേജ് നടക്കണം. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം അൺവയബിൾ ഇൻ ദ ലേറ്റർ സ്റ്റേജ് ഓഫ് ലൈഫ്. അപ്പോൾ ഒരു ഫീമെയിൽ ഹീമോഫിലിക് ആയിട്ട് ഉണ്ടാകാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ വളരെ വിരളമാണ്. കാരണം ഒരു ഹീമോഫിലിക് മാൻ ഒരു റീപ്രൊഡക്റ്റീവ് സ്റ്റേജൊക്കെ കഴിഞ്ഞ് ആ ഒരു അടുത്ത ഒരു ജനറേഷനിലേക്ക് എത്താനുള്ള സാധ്യത തന്നെ വളരെ കുറവാണ്. കാരണം അതിനു മുമ്പ് തന്നെ മരണപ്പെടാനുള്ള സാധ്യത ഉണ്ട്. മൈനർ ഇഞ്ചുറീസ് മതി മരിക്കാൻ. അതൊരു പുറമേ ഉള്ള മുറിവ് തന്നെ ആകണമെന്നില്ല, ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടായാലും മതി, ആള് മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് ദ ഫാമിലി പെഡിഗ്രി ഓഫ് ക്യൂൻ വിക്ടോറിയ. വിക്ടോറിയ രാജ്ഞി, ബ്രിട്ടനിലെ വിക്ടോറിയ രാജ്ഞി എന്ന് പറയുന്നത് അവരൊരു ഈ ഹീമോഫീലിയയുടെ ഒരു കാരിയർ ആയിരുന്നു. വിക്ടോറിയ രാജ്ഞി. അത് കാരണം അവർ താഴേക്കുള്ള അവരുടെ ഡിസെൻഡൻസിന്, പിൻഗാമികൾക്ക് ധാരാളം പേർക്ക് ഡിസീസ് കൊടുക്കുന്നതിൽ ഇത് ഒരു കാരണമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം അവരുടെ ഒരു ഫാമിലി പെഡിഗ്രി ചാർട്ട് ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഒരുപാട് ഹീമോഫിലിക് പേഷ്യൻസ് അവരുടെ ഫാമിലിയിൽ ഉണ്ടായിട്ടുണ്ട്. ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നതൊക്കെ ഹീമോഫീലിയ ബാധിച്ച ഡിസെൻഡൻസ് ആണ്. ഈ ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്തിട്ടുള്ളതെല്ലാം കാരിയേഴ്സാണ്. ക്യൂൻ വിക്ടോറിയ ഇവിടെ കാരിയർ ആയിരുന്നു. അപ്പോൾ അവർ കാരിയർ ആയിരുന്നത് കാരണം അവരുടെ ഡിസെൻഡൻസിൽ ധാരാളം പേര് ഈ ഹീമോഫിലിക് പേഷ്യൻസ് ആയിരുന്നു. അതുപോലെ ധാരാളം പേര് കാരിയേഴ്സുമായിരുന്നു. ഹീമോഫീലിയയുമായി ബന്ധപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ജനറ്റിക് ഡിസോർഡേഴ്സായ കളർ ബ്ലൈൻഡ്നെസ്, ഹീമോഫീലിയ എന്നീ ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്ത ഈ വീഡിയോ ഇവിടെ സമാപിക്കുന്നു. തുടർന്നുള്ള ഭാഗങ്ങൾ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.